രാജ്യത്തെ ഭക്ഷ്യവിതരണ ശൃംഖല സുഗമമാക്കാൻ സർക്കാർ സ്വകാര്യ മേഖലകൾ കൈകോർക്കും. ഷിപ്പിംഗ് രംഗത്തെ വെല്ലുവിളികൾ മറികടക്കാൻ ബദൽ തുറമുഖങ്ങളും റോഡ് മാർഗവും പ്രയോജനപ്പെടുത്തുമെന്ന് ബഹ്റിൻ ചേംബർ ഭക്ഷ്യമേഖലാ കമ്മിറ്റി ചെയർമാൻ ഖാലിദ് അൽ അമീൻ അറിയിച്ചു. കിരീടാവകാശിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കസ്റ്റംസ് പരിശോധനകൾ വേഗത്തിലാക്കും. വിപണിയിൽ അവശ്യ സാധനങ്ങൾ സുലഭമാണെന്നും കൃത്രിമ വിലക്കയറ്റമോ ചൂഷണമോ അനുവദിക്കില്ലെന്നും ഖാലിദ് അമീൻ അറിയിച്ചു. രാജ്യത്തെ ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്താൻ ലുലു ഗ്രൂപ്പ് ഗൾഫ് എയറിന്റെ പ്രത്യേക വിമാനങ്ങളിൽ 100 ടണ്ണിലധികം ഭക്ഷ്യസാധനങ്ങൾ ബഹ്റിനിലെത്തിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, മാംസം തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. ആവശ്യത്തിന് സ്റ്റോക്കുണ്ടെന്നും വിലക്കയറ്റം ഉണ്ടാകില്ലെന്നും ലുലു ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. US ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമ്പോൾ അയൽ രാജ്യങ്ങളെ ലക്ഷ്യം വെക്കരുതെന്ന് ഇറാനോട് ഹമാസ് ആവശ്യപ്പെട്ടു. അധിനിവേശത്തെ പ്രതിരോധിക്കാൻ ഇറാൻ അവകാശമുണ്ടെങ്കിലും മേഖലയിലെ സമാധാനം നിലനിർത്താൻ അയൽ രാജ്യങ്ങളുമായി സഹകരിക്കണമെന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാനിൽ നിന്നും പിന്തുണ സ്വീകരിക്കുന്ന ഹമാസ് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായിട്ടുണ്ട്. പ്രശസ്ത തമിഴ് കവിയും ഗാനരചയിതാവുമായ R. വൈരമുത്തുവിന് ജ്ഞാനപീഠ പുരസ്കാരം. അഖിലനും ജയകാന്തിന് ശേഷം ഈ ബഹുമതി നേടുന്ന മൂന്നാമത്തെ തമിഴ് സാഹിത്യകാരനാണ് അദ്ദേഹം. 5 പതിറ്റാണ്ടായി സാഹിത്യ ചലച്ചിത്ര മേഖലകളിൽ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ്. സമുദ്രസമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ബഹ്റിനിൽ ഞണ്ടുപിടുത്തത്തിന് 2 മാസത്തെ നിരോധനം ഏർപ്പെടുത്തി. നാളെ മുതൽ മെയ് 15 വരെയാണ് നിയന്ത്രണം. ഞണ്ടുകളുടെ പ്രജനന കാലമായതിനാൽ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്താനാണ് ഈ നടപടിയെന്ന് സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് അറിയിച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയും ഉണ്ടാകും.